ഹലോ. അപ്പൊ നമ്മുടെ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ എത്തിയിരിക്കാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ വർഷയും രേവതിയും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടു കാണും അല്ലേ. നമ്മുടെ രേവതിയുടെ ആ ഒരു ചിന്ത വേറെ, നമ്മുടെ വർഷയുടെ ചിന്ത അങ്ങേ അപ്പുറം. രണ്ടുപേരും രണ്ട് ചിന്താഗതിക്കാരാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി. വർഷയ്ക്ക് നമ്മുടെ ശ്രീകാന്ത് വർഷയെ പറ്റി മാത്രം ചിന്തിക്കണം, വർഷയെ മാത്രം സ്നേഹിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ്. അപ്പൊ നമ്മുടെ രേവതി ഒരിക്കലും ആ ഒരു ഇതിനോട് ശരിവെക്കുന്നില്ല. അങ്ങനെ രണ്ടുപേരും രേവതി അവിടെ നിന്നും നീയായിട്ട് ഞാൻ സംസാരിച്ച് ശരിയാവില്ല, നിനക്കൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് ഏകദേശം ആ ഒരു ചെറിയൊരു വഴക്കിലൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ച് പിരിഞ്ഞേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ വർഷയുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റോഷൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, ഇനി സുഖമല്ലേ നിനക്ക്, ഇനി അങ്ങോട്ട് സുഖക്കേടായിരിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ആ ഒരു ആസിഡ് ഉണ്ടല്ലോ, അത് മുഖത്തേക്ക് ഒഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ രേവതി കറക്റ്റായിട്ട് ഇഷ്ടിക എടുത്ത് ആ കൈക്കിട്ടെറിഞ്ഞ് അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നുണ്ട്. ശേഷം നമ്മുടെ റോഷന്റെ കൂടെയുള്ള ആ ഒരു കൂട്ടുകാര് നമ്മുടെ രേവതിയെ പിടിക്കാൻ ചെല്ലുമ്പോൾ രേവതി ആ ഒരു ഇഷ്ടികയും കൊണ്ട് എല്ലാത്തിനും എറിഞ്ഞ് ഓടിക്കുന്നുണ്ട് ട്ടോ. അപ്പൊ എന്തായാലും ഒരു പവർഫുൾ രേവതിയാണ് നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അല്ലെ. അങ്ങനെ രേവതി അവരിൽ നിന്നൊക്കെ നമ്മുടെ വർഷയെ രക്ഷിക്കുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാട്ടെ, നാളത്തെ എപ്പിസോഡ് ഒരു പൊളി എപ്പിസോഡ് തന്നെ ആയിരിക്കും അല്ലെ. ഒരു വേറെ ലെവൽ രേവതിനെ ആയിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇനി കാണുവാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരിക്കുന്ന കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.